അല്ല, ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണുള്ളത്. കായിക വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഗൗരവതരമായി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്, സർക്കാരിന്റെ പരിഗണനയിലാണ്. അത് പരിശോധിച്ച് വേണ്ട നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിക്കും. സർക്കാരിനെ ഒഴിഞ്ഞു മാറാൻ കാരണം സർക്കാർ ഇതിന്റെ ഭാഗമല്ല. കേരളത്തിൽ വന്ന് മെസ്സി കളിക്കും എന്ന് പറഞ്ഞ് ഇപ്പൊ ഇത് തന്നെ കൊടുത്തത് ഇവരുമായിട്ട് എഗ്രിമെന്റ്, അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെന്റ് വെക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു പ്രൊസീജിയർ? എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടാണോ കൊടുത്തത്? ഒന്നുമല്ലല്ലോ കൊടുത്തത്. ഒരു കമ്പനിക്ക് അത് കൊടുത്തു. വിപണി മൂല്യനിർണ്ണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിന്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ല. ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല. പിന്നെ ഇത് സംസ്ഥാന ഗവൺമെന്റും യഥാർത്ഥത്തിൽ ഇതിന്റെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടോ? പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളെല്ലാം ധാരാളം വരുന്നുണ്ട്. അപ്പം ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ മുമ്പിൽ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഏതോ സ്ഥാപനത്തെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്ന് പറയും. എന്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിന് മീത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ എല്ലാ മാർഗത്തും. അത് പ്രഥമ റിപ്പോർട്ടുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗുരുതരമായ ക്രമക്കേട് അക്കാര്യത്തിലുണ്ട്. ഒന്നൊരു GST വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. 2, ആ വെട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ കണ്ടുപിടിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ അകത്ത് അത് മരവിപ്പിക്കപ്പെട്ട പോലെ അന്വേഷണം മരവിക്കപ്പെട്ടതുപോലെയുള്ള ഒരു സ്ഥിതി പിന്നീടുള്ള 7 മാസം ഉണ്ടായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സർക്കാരിന് നഷ്ടപ്പെട്ട തുക ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിന്റെ ഉണ്ടായിരിക്കുന്ന അനാസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും. അത് ധനകാര്യ വകുപ്പ് നടത്തും. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുള്ള ഉചിതമായ നടപടി സ്വീകരിക്കുക. കാര്യത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. അന്വേഷണ പരിധിയിലെല്ലാം പെടുമല്ലോ. അന്വേഷണം നടത്തുമ്പോൾ എല്ലാം പെടുമല്ലോ, എല്ലാം പെടും. എത്ര രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആ ഫണ്ടിന്റെ സോഴ്സസ് എന്താണ് എന്നൊക്കെ അറിയണമല്ലോ. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അല്ല, ഞങ്ങൾ പ്രാഥമികമായി സംസ്ഥാന ഗവൺമെന്റ് അന്വേഷിച്ച് അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോഴാണല്ലോ നമ്മൾ അങ്ങോട്ട് റെഫർ ചെയ്യണത്. പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടാണ് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് തീരുമാനിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ FCRI ആക്ടിന്റെ വയലേഷനോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കും. ഇപ്പോൾ നമ്മൾ ഇത് പരിശോധിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉചിതമായ ഒരു അന്വേഷണം വേണം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്കാണ് എത്തുന്നത്. അത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് അടുത്ത ദിവസങ്ങൾ പ്രഖ്യാപിക്കും. അല്ല, അതെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ അന്വേഷണ പരിധിയിലാണ്. അന്വേഷണത്തിന് നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ കൊടുക്കേണ്ട ടേംസ് ഓഫ് റെഫറൻസ് ആണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം വരും അതിൻ്റെ അകത്ത്. അതെല്ലാം വരുമല്ലോ, സ്വാഭാവികമായിട്ട് വരുമല്ലോ, എല്ലാം വരും. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോൾ എന്തായിരുന്നു? സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് റോളായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റിന്റെ താല്പര്യങ്ങളിലൂടെ പ്രൊട്ടക്ട് ചെയ്തോ? ഈ പറയുന്ന ഏജൻസി ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മുതലെടുപ്പ് നടത്തിയോ? തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരും, അന്വേഷണ കാര്യങ്ങൾ വരും. അത് ഞാൻ മനോരമയിൽ എന്തിനാണെന്ന് പറഞ്ഞത്, മലയാള മനോരമയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ മാതൃഭൂമിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് മനോരമയിൽ മാത്രമല്ലല്ലോ വാർത്ത വന്ന, എല്ലാ പത്രത്തിലും വന്നു.
അതും ഇതുമായിട്ട് ഇത് നേരത്തെ ഉള്ള കാര്യമല്ലേ, നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുള്ള കാര്യമല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. അല്ല, ഞാനത് ആ പരാതി ശ്രദ്ധയിൽപ്പെട്ട് അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണെങ്കിൽ അന്വേഷിക്കപ്പെടും, സംശയമില്ല. അല്ല, എന്റെ മുമ്പിലൊന്നും എടോ കാട്ടുകള്ള ആൻ്റപ്പ അല്ല വീരപ്പ, നീ മനസ്സിലാക്കേണ്ടത് വളർത്തിയതും കൊണ്ടു നടന്നതും പാലക്കാട്ട് മത്സരിപ്പിച്ചതും MLA ആക്കിയതും എല്ലാം 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 അവസാനം ചങ്ക് പൊട്ടിയാണ് ആ തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആ മനുഷ്യൻ ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനം അത്. കാരണം വേറെ വഴിയില്ലായിരുന്നു. അപ്പോ അതൊക്കെ ചെയ്തിട്ട് അത്രമാത്രം മുറിവേൽപ്പിച്ചിട്ട് ആ മുറിവേറ്റ സിംഹം വെറുതെ ഇരിക്കണമെന്നാണോ കരുതുന്നത്? അല്ലേ? പാലക്കാട്ടെ സീറ്റിന് വേണ്ടിയിട്ട് പലരും കരഞ്ഞ് കാല് പിടിച്ച് കാല് നക്കി കാല് കഴുകിയ വെള്ളം കുടിക്കാൻ പോലും തയ്യാറായ ആളുകളുണ്ടായിരുന്നു. എന്തിന്? എന്നിട്ട് ചൊവ്വാഴ്ച ദിവസം പാലക്കാട്ടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടമാണെന്ന് പ്രഖ്യാപനം നടത്തുമ്പോ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മറുകണ്ഠം ചാടി സതീശിനെയും രാഹുലിനെയും ഷാഫിയെയും തെറി വിളിച്ചവരുണ്ടായിരുന്നു. ഓർക്കണം, ആ മനുഷ്യനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടിയെടുത്തത് അത്രമാത്രം വേദനിച്ചിട്ടാ. അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചങ്ക് പൊട്ടിയെടുത്ത തീരുമാന. കാരണം എന്താ? അത്രമാത്രം കാര്യമായിരുന്നു, അത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, അത്രമാത്രം കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പിണറായി വിജയൻ നവകേരള യാത്ര നടത്തുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. വേദിക്കരികിലേക്ക് മതിലുകൾ പൊളിച്ച് ബസ് കൊണ്ടുപോയിരുന്നു. കാരണം എന്താ? പുറത്തിറങ്ങിയ രാഹുലും പിള്ളേരും പ്രതിഷേധം കൊണ്ടൊരു ആറാട്ടായിരുന്നു അന്ന്. കാരണം അത്രമാത്രം പ്രതീക്ഷയായിരുന്നു രാഹുലിന്. ആ പ്രതീക്ഷയും ആ ബന്ധവുമാണ് തകർത്ത് കളഞ്ഞത്. ആൻ്റപ്പ, പണി വരുന്നുണ്ട്. വെറുതെ അങ്ങനെ പോകുന്നത് തുടങ്ങിയിട്ടില്ല. ഇത് നമ്മൾ ഇന്ന് മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തയൊന്നല്ല, ഇത് തുടങ്ങിയിട്ടില്ല. ഇത് ഒരു റിപ്പോർട്ട് കായിക വകുപ്പ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന്, N പ്രശാന്ത് IASന്റെ ഭാഗത്ത് നിന്ന് ഒരു റിപ്പോർട്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ആരംഭിച്ചിട്ടില്ല. ഇത് എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആ മുറിവേറ്റതിന്, ആ വേദനക്ക് അതിന് പകരം എണ്ണി ചോദിക്കാതെ ഇത് അങ്ങോട്ട് അവസാനിപ്പിക്കുമെന്ന് കരുതിയോ? ഇത് അങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പോകുന്നതല്ല. ഇതെല്ലാം വളരെ കൃത്യമായി മുൻകൂട്ടി കണ്ട്, മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, എല്ലാ കാര്യങ്ങളിലുമുള്ള എല്ലാ ഡാറ്റകളും കൃത്യമായി സ്വീകരിച്ച് എല്ലാം വേണ്ട രീതിയിൽ എടുത്തു വെച്ചിട്ട് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നു കയറിയത്. മനസ്സിലായില്ലേ? ഒന്നും വെറുതെ അങ്ങ് പോകാനൊന്നല്ല, നല്ല ഒന്നാന്തരം പണി തന്നിട്ട് തന്നെയായിരിക്കും പോവുക. ഈ പറയുന്ന GST 22,68,00,000 രൂപ. ഈ മെസ്സി എന്ന് പറയുന്നത് മെസ്സിയെ കൊണ്ടുവരാനായിരുന്നില്ല. കൃത്യമായിട്ട് മെസ്സിയെ കൊണ്ടുവരാനായിരുന്നെങ്കിൽ ആദ്യത്തെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു, പണം നൽകാതെ ആ എഗ്രിമെൻ്റ് ടെർമിനേറ്റ് ആകുന്നു, രണ്ടാമതും എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു, അതും ടെർമിനേറ്റ് ആകുന്നു, മൂന്നാമതും എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ മെസ്സിയെ കൊണ്ടുവരാനാണെങ്കിൽ ഈ ആദ്യത്തെ എഗ്രിമെൻ്റ് പ്രകാരം പണം കൊടുത്താൽ മതിയായിരുന്നു. മെസ്സിയുടെ പേരിൽ ഒരു വലിയ കള്ളപ്പണം ഇടപാട്, നമ്മൾ ഈ കാണുന്ന 126 കോടിയൊന്നല്ല, 126 കോടി രൂപ എവിടെയും പോയിട്ടുമില്ല. ആ നഷ്ടപ്പെട്ടിട്ടുമില്ല. മാത്രമല്ല, ഈ പറയുന്ന കേരള ഗവൺമെൻറ്, ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന്. പിണറായി വിജയൻ ഗവൺമെൻറ് അർജന്റീനയിലെ എംബസി, അംബാസിഡർക്ക് പോലും കത്തെഴുതിയിട്ടുണ്ട്. അർജന്റീന എംബസിയുടെ അംബാസിഡർക്ക് പോലും കത്തെഴുതിയിട്ടുണ്ട്. എന്താണ്? ഈ പറയുന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു പിഴയിട്ടു.
ആ ഫൈൻ പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൊള്ളയടിക്കുകയായിരുന്നു. എന്തൊക്കെ കൊള്ളയടിച്ചാലും നീ സാങ്കല്പിക ഇരയെ ഉണ്ടാക്കാനല്ല ഇറങ്ങിയത്. എവിടെ ശ്രീനാദേവി കുഞ്ഞമ്മയെ വിളിച്ചത് സാങ്കല്പിക ഇരയാകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടാണല്ലോ ശ്രീനാദേവി കുഞ്ഞമ്മയെ വിളിച്ചത്. സാങ്കല്പിക ഇരയെ ഉണ്ടാക്കുവാനാണല്ലോ ഇറങ്ങി തിരിച്ചത്, അല്ലേ? പണി വരുന്നുണ്ട് ആൻ്റപ്പ. അതങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിക്കുന്ന ഒന്നല്ല. വളരെ കൃത്യമായിട്ട് നിങ്ങൾ കൊത്തിയത് സംഭവം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നേ. സതീശനും രാഹുലും എന്തായിരുന്നു ബന്ധമെന്നൊക്കെ. ആ രാഹുലിനെ വേട്ടയാടിയതും രാഹുലിനെ ചൂണ്ടിയതും രാഹുലിനെ നേരെ ചൂണ്ട എറിഞ്ഞതുമൊക്കെ സതീശനെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കരുതിയത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് സതീശൻ രാഹുലിനെതിരെ നടപടി എടുക്കൂല. അങ്ങനെ എടുക്കാതിരിക്കലായിരുന്നു CPM-ന്റെ ലക്ഷ്യം. മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗോവിന്ദൻ, മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനറിയോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സതീശൻ നടപടി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ നടപടി അത്രയും പ്രതിസന്ധികളുടെ മുകളിൽ പ്രതിസന്ധി ഉണ്ടാക്കാനാണ്. രണ്ടാമത്തെ പരാതി നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്ന പരാതി. ആ പരാതി പോയത് എടുക്കുക DGPക്കോ മുഖ്യമന്ത്രിക്കോ അല്ല, മറിച്ച് ആ പരാതി പോയത് KPCC പ്രസിഡന്റിനാ. കാരണം എന്താ? പ്രതിസന്ധികളിൽ UDF-നെയും കോൺഗ്രസിനെയും നട്ടം തിരിക്കണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. വളരെ കൃത്യമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു വിവാദമുണ്ടാക്കി 2016 ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയതുപോലെ തുടർ ഭരണത്തിലേക്കുള്ള ഒരു ആയുധമായിട്ടായിരുന്നു രാഹുലിനെ കോർത്തിട്ടത്. പക്ഷേ ചങ്ക് പൊട്ടിയിട്ടാണെങ്കിലും വേദനിച്ചിട്ടാണെങ്കിലും ഒരു നടപടി എടുത്തു. അതോടുകൂടി അത് അവസാനിക്കുകയും ചെയ്തു എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അവസാനിച്ചിട്ടില്ല. അതെവിടെയും അവസാനിച്ചിട്ടില്ല. അത് തുടരുകയാ. ഇനിയാണത് തുടരാൻ പോകുന്നത്. ഇത്ര ദിവസവും അതൊന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാ, താൽക്കാലികമായിട്ടൊന്ന് പൗസ് ചെയ്തതാണ്. അതിനി വീണ്ടും റെസ്യൂം ചെയ്യാൻ പോവുക. മനസ്സിലായില്ലേ? തുടരാൻ പോവുകയാ. ആ തുടർച്ച ആൻ്റപ്പനിൽ നിന്നാണ്. ആൻ്റപ്പനും ടീമും ആയിരുന്നല്ലോ 24 മണിക്കൂറും ചർച്ച. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ഇങ്ങനെ കുറേ യുവതികളുടെ ലിസ്റ്റ് എടുത്തു. യുവതികളുടെ എന്ന് പറഞ്ഞാൽ ഈ CPM-മായി അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങത്തരം ചില മനോഭാവമുള്ള യുവതികളുടെയൊക്കെ ലിസ്റ്റ് എടുത്തു. എന്നിട്ട് ഈ ആൻ്റപ്പൻ്റെ സ്റ്റാഫ് വിളി തുടങ്ങി. സാങ്കല്പിക ഇരയാകാൻ തയ്യാറുണ്ടോ? 2 ലാഭ, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക, അതിനപ്പുറം പലതും വാഗ്ദാനം ചെയ്തു. അപ്പോൾ ആ വാഗ്ദാനത്തിന് പുറത്ത് ഒരു കോള് പോയത് ശ്രീനാദേവി കുഞ്ഞമ്മക്ക. ശ്രീനാദേവി കുഞ്ഞമ്മ അത് പുറത്ത് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ പോലും ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. എന്ന് പറഞ്ഞാൽ ആൻ്റപ്പനും സംഘവും നടത്തിയ തെമ്മാടിത്തരം എത്രമാത്രം വലുതായെന്ന് നിങ്ങൾ ഓർക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആൻ്റപ്പനും കൂട്ടരും നടത്തിയത് ചില്ലറ തെമ്മാടിത്തരൊന്നും ആയിരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോൾ ഒരു മാധ്യമ സ്ഥാപനം എന്നാണല്ലോ അവകാശപ്പെടുന്നത്. ഈ മാധ്യമ സ്ഥാപനത്തിന് സാങ്കല്പിക ഇരയെ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൽ അന്നാം നിമിഷം പരാതിക്കാരില്ല കേട്ടോ. ആരോപണങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. വാർത്താ സമ്മേളനം നടത്തി ആരോപണങ്ങൾ ഉന്നയിച്ചവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പരാതിക്കാരുണ്ടായിട്ടില്ല. അപ്പോൾ പരാതിക്കാരെ ഉണ്ടാക്കണമെന്നുള്ള നിർബന്ധം റിപ്പോർട്ടർ TVക്ക് എവിടുന്ന? റിപ്പോർട്ടർ TV ആരാണ് ആ പണി ഏൽപ്പിച്ചത്? പരാതിക്കാരെ ഉണ്ടാക്കുക എന്നുള്ളത്. പരാതിക്കാരുണ്ടെങ്കിൽ അവർ സ്വമേധയാ പോലീസിന് മുമ്പിൽ പരാതി നൽകുകയല്ലേ വേണ്ടത്. അപ്പോൾ ആ പരാതി നൽകാത്ത ആളുകൾ, റിപ്പോർട്ടർ TV ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലല്ലോ, ഗവൺമെൻറ്റിൻ്റെ ഒരു അന്വേഷണ ഏജൻസി അല്ലല്ലോ. അപ്പോൾ ഈ പരാതിക്കാരെ ഉണ്ടാക്കാൻ റിപ്പോർട്ടർ TV എന്തിനാ പണിയെടുത്തത്? പരാതിക്കാരിയാവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് പണം ഓഫർ ചെയ്ത് പലരെയും സമീപിച്ചത് എന്തിനാ? ലക്ഷക്കണക്കിന് രൂപ നൽകാം, നിങ്ങളൊരു പരാതിയിൽ ഒപ്പിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരെ ഉണ്ടാക്കാൻ റിപ്പോർട്ടർ TV പണിയെടുത്തത് എന്തിനാ? ഇതായിരുന്നോ ഇവരുടെ പണി? മാധ്യമപ്രവർത്തനമായിരുന്നോ അതോ കൂട്ടിക്കൊടുപ്പായിരുന്നോ ഇവരുടെ പണി? അപ്പോൾ രാഹുലിനെ വേട്ടയാടാൻ നിങ്ങളിറങ്ങിയതൊന്നും മറന്നിട്ടില്ല, അത് മറക്കുകയുമില്ല. അങ്ങനെ അങ്ങ് തീരുമെന്ന് കരുതണ്ട. നല്ല വെടിപ്പായി
നല്ല ഭംഗിയായി കാര്യങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ എന്താ കരുതിയത്? രാഹുലിന് മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചു, അതുകൊണ്ട് രാഹുൽ ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കുകയാണെന്നാണോ കരുതുന്നത്? രാഹുലുണ്ട്, രാഹുൽ രംഗത്തുണ്ട്, രാഹുൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്, രാഹുലിന് ഇടപെടാനുള്ള സൗകര്യമുണ്ട്, രാഹുൽ സെക്രട്ടേറിയറ്റിൽ വരുന്നുണ്ട്, രാഹുൽ മന്ത്രിമാരെ കാണുന്നുണ്ട്, രാഹുൽ ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടുണ്ട്, വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ആൻഡ് ഒരു കാര്യം ആലോചിച്ചോ, ഇപ്പോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് എവിടെ നിന്നാ? ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് കായിക വകുപ്പിൽ നിന്ന്. ആരാ കായിക വകുപ്പ് മന്ത്രി? OJ ജനീഷ് ആരാ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. എങ്ങനെ OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി? രാഹുൽ മാങ്കുട്ടം രാജിവെച്ച ആ കസേരയിലേക്ക് OJ ജനീഷിനെ ആരാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയത്? അപ്പൊ റിപ്പോർട്ട് വന്നത് എവിടെ നിന്നാന്ന് ഓർക്കുന്നുണ്ടല്ലോ? കായിക വകുപ്പിൽ നിന്ന്. പണി ചെറുതല്ല മക്കളെ. ആൻ്റെപ്പാ നിന്നെ പൂട്ടും എന്ന് പറഞ്ഞാൽ നല്ല മണിച്ചിത്രത്തായിട്ട് പൂട്ടും. നീ ആർക്കൊക്കെ വേണ്ടി ഊമ്പത്തരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ അവരെ കൊണ്ടൊന്നും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. എല്ലാ രീതിയിലും പൂട്ടുമെന്ന് പറഞ്ഞാൽ നല്ല മണിച്ചിത്രത്തായിട്ട് പൂട്ടും. മനസ്സിലായില്ലേ? അത് വരും ദിവസങ്ങളിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് അങ്ങനെ അങ്ങോട്ട് ഇട്ടൊഴിഞ്ഞ് ഒഴിവാക്കി പോകാനുള്ളതല്ല. വളരെ കൃത്യമായിട്ട് ഓരോ ഡാറ്റകളും അധികാര കസേരയിലേക്ക് ഏറി ചെല്ലുന്നതിന് മുമ്പ് കരസ്ഥമാക്കി വെച്ചതാ. ഓരോന്നും വളരെ കൃത്യമായിട്ട് കയ്യിൽ സുരക്ഷിതമാക്കിയതാണ്. അല്ലെങ്കിൽ അതൊക്കെ കരുതലിൻ്റെ ഭാഗമായിട്ട് ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ എല്ലാം സംഭരിച്ച് വെച്ചിട്ടാണ് കസേരയിലേക്ക് ചെന്നത്. കാരണം അത്രമാത്രം വേദനിച്ചെടുത്ത തീരുമാനമാണ് നമ്മളെ ചെക്കനെ പുറത്താക്കുക എന്നുള്ളത്. നടപടി ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനം. അതിന് ഒരു വിലയുണ്ടാകണമല്ലോ, അതിനൊരു തിരിച്ചടി കൊടുക്കണമല്ലോ. വെറുതെ വിടുമെന്ന് കരുതണ്ട.